വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ വല എറിയാൻ പോകുന്നത് ആറ്റിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. വല കുരുക്കിളക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂട്ടനായിട്ട് അമ്മച്ചേട്ടൻ. 3 വല ഉണ്ടല്ലോ നമുക്ക്. കുരുക്കിളക്കുന്നതിന് വിഷയം എല്ലാം ചേട്ടാ. അവരങ്ങനെ അതിലോട്ട് ഇറങ്ങുകയാണ്. എന്നാ വല നിറയെ ഒരു ചാക്ക് മീൻ കൊണ്ടുപോകുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഒരു പോവുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാരും വെള്ളത്തിൽ ഇറങ്ങരുത്. ഇത് കണ്ട് നിങ്ങളാരും വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങില്ല. മാക്സിമം കരയിൽ എവിടെ നിന്ന് മീൻ പിടിക്കുക. ഓക്കെ, അങ്ങനെ വന്നിരിക്കുകയാണ് അവിടെ കിടന്ന്. ടീം അംഗങ്ങൾ തിരിച്ചു വരുന്നു. പാമ്പാ എന്നിട്ട് പാപ്പി അടക്കൂടോ? നമ്മുടെ ടീമിലെ ഒരു വല വിരിച്ച് തിരിച്ച് കുളക്കോഴിയെ പോലെ വരുന്ന അമിൽചേട്ടൻ വരുന്നു. മണിക്കുട്ടൻ വലയുടെ എണ്ണങ്ങളിൽ തർക്കം. അവർക്കൊണ്ട് വല എടുത്തിട്ട് വരുന്ന കണ്ണൻ. യാറാ അങ്ങോട്ട് പോണ്ട, നോക്കി വന്നത്. പേരൊക്കെ ഉണ്ടോ മണിക്കൂട്ട അതില്? വെള്ളത്തിൽ നിന്ന് വല നോക്കുന്ന ടീം അംഗങ്ങൾ അമലാൻ പാപ്പി, 2 പേരാണ്. മണിക്കുട്ടൻ മീൻ കിട്ടുമെന്ന ശുദ്ധാപ്തി വിശ്വാസമാണ് നമ്മളത്. ഇതിന് ചാക്കതാ പോണേ. അവർ വീണ്ടും രണ്ടാമത്തെ വല ഇടാൻ പോയി. നമ്മൾ നേരത്തെ ഇട്ട വല താത്ത ഉറപ്പിച്ചു. കുരുക്കൊക്കെ മാറ്റി നല്ല രീതിയിൽ താത്ത് ഇടണം. മീൻ ഓടിപ്പോകുമ്പോൾ മീനിൻ്റെ ഇടയിൽ കുരുങ്ങും, നമുക്ക് മീൻ കിട്ടും. അപ്പോൾ ഇന്നത്തേക്കുള്ളതാവും. കിട്ടണം, അല്ല ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ അവൻ കിട്ടും. അല്ല ചേട്ടാ, ഇന്ന് മീൻ കിട്ടൂലേ അല്ലേ? എന്നിട്ട് തിരിച്ച് കയറിയിരിക്കുകയാണ് പിള്ളേരെല്ലാവരും. മീനാ കൈണ്ട് പിടിക്കാതെ നേരത്തെ ഇട്ട വല എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു ശരത്ത്, നിഖില്, അപ്പു, ഉണ്ണി മതിൽ ചാടാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ അത് കഷ്ടപ്പെട്ട് മതിൽ ചാടി ഉണ്ണി എത്തിയിരിക്കുകയാണ്. അവർ ഇറങ്ങുകയാണ് ഗൈസ് മീൻ എടുക്കാൻ വേണ്ടി. ബാബി അവിടെ കമ്പിയൊക്കെ ആണ് നോക്കി. നരൻ, മണിയൻ നരൻ. ഇത് കീരിവാസു. ഇപ്പുറത്തോളം തൊപ്പി വെച്ചോളെ കീരിവാസു. തല നനയില്ലെന്ന് ഗൈസ്. നമ്മള് വല എടുത്തു അങ്ങനെ മീൻ ഇട്ടിരിക്കുകയാണ്. കൊമ്പൻ സ്രാവിനെ പിടിച്ചിട്ടുണ്ട്. 2 മീനുണ്ട്, 2 പാവൽ. മണി ഇതിന്റെ മുതുക് കാണിക്കാതെ മീൻ കാണിക്കോ? വന അപ്പുറത്ത് അതിലാണ് നമ്മളെ പ്രതീക്ഷ. പാപ്പി മണിക്കൂട്ട മീനിന്റെ അടുത്ത് കളഞ്ഞു. പാപ്പി നമ്മള് വലിയ കുഴപ്പമില്ല, 2 കിട്ടി, ഒരു പിടിക്കുള്ളതായി. എന്താ വന്നത്? അടി ഇത് 6 അല്ല, ഇത് കര. ആ പുല്ലിന്റെ അപ്പുറമാണ് 6. അതിനപ്പുറത്തോട്ടാണ്. അത് നല്ല കുഴിയാണ്. അത് കുഴി. ഇത് ആദ്യം മണ്ണടിച്ചത് അത്രയും വരെ, അതിനുശേഷമാണ്
കണ്ണനും സനും എത്തിയിട്ടുണ്ട്. അയ്യോ ഓടി പറഞ്ഞേ ഞാൻ അല്ല അത് ഉണ്ണി കണ്ടോ. ഇത് വല ഇട്ട് പോയിട്ട് വരാമേ. നമ്മള് പോയി ഇറങ്ങി മീന് കൊണ്ടുവരണ മണിക്കുട്ടൻ. അങ്ങനെ ഒരു വല നമ്മളിതാ കൊണ്ടുവരികയാണ്. കൈയോടെ അതൊക്കെ അമ്മാരെ എടുക്കൂടെ? ആണ്ട ഇതൊക്കെ എന്താ അപ്പ്? ഓക്കെ മീന് ചാക്ക് നോക്കട്ടാ ഒരുമിച്ച് നോക്കാം. ഓക്കെ ഓഫാണ് മെയിൻ സ്ഥലം. എടാ വലുതാ മീൻ പിടിച്ച് എടുക്കുന്നു. എല്ലാം പാവല തന്നെ. ഫുൾ പാവലാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിപ്പോൾ എല്ലാം. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, ചെറുതല്ല, ഇത്തിരി വലിയ സൈസാണ്. കുഴപ്പമില്ല. കാണാനില്ല, ഇത്രയും പേര് ഇവിടെ നിൽക്കുകയാണ്. കഷ്ടപ്പെട്ട് മറ്റേ വയലിന്റെ അവിടെ കുളത്തില് കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കാൻ കേട്ടോ. കുറച്ച് കഴിയുമ്പോ ഗനീശേട്ടൻ ചുമ്മാ നടന്ന് കൈകൊണ്ടൊരു വലിയ ബ്രാലിനെ ഇവൻ ചൂണ്ടായി കൊണ്ടുപോയത്. ചൂണ്ട കാസ്റ്റ് ചെയ്യുമ്പോ മീനില്ല. ഗനീശേട്ടൻ ഒരു അരമണിക്കൂർ വയലിൽ നടന്നപ്പോ മീൻ കനയെ കിടന്ന് കളയും. വൈകണ്ട് പിടിച്ചും കിടത്തുണ്ടോ. മണിക്കൂട്ടം എവിടെയാടാ? മണിക്കൂട്ടം പോയി. ചേട്ടാ ഒറ്റയ്ക്ക് വരികയാണ്. മണിക്കൂറിനെ കാണാനില്ല. ആ മണിക്കൂർ സ്രാങ്ക ഇങ്ങോട്ട് കര ഇങ്ങോട്ടാ അവിടെ കുക്കിച്ചില്ലൊക്കെ ഉണ്ടോ ഇങ്ങോട്ടാ. മണിക്കുട്ടൻ നമുക്ക് വേണ്ടി മീൻ കൊണ്ടുവരിക. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുമ്പോലെ അല്ലേ? സെറ്റല്ലേ മണിക്കുട്ടൻ? ഇവിടെ വാടാ ഇവിടെ ഏതോ ഉള്ളു. ഇവിടെ വാടാ നോക്കടാ. ചൊക്ക അങ്ങ് വാടാ. ഒട്ടിപ്പോയതാടാ. പോയാ എടുത്തെറിയില്ല അങ്ങനെ മീൻ ചപ്പിപ്പോ. അതിന് നിങ്ങൾ രണ്ടര പോയി അടുത്ത്. നമ്മുടെ 3 ചാക്ക് മീൻ ഇതിൻ്റെ അകത്തുണ്ട്. ആകാശ് അൺബോക്സിങ് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ വില. ആ നമുക്ക് മീനുണ്ട്. ആ ചാക്കിൻ്റെ അടുത്ത് പോയി കവർ എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് നാട് വിട്ട് പോയിറങ്ങി പാവലാണ് കേട്ടാ, ചെറുതും വലുതുമായി പാവൽ. കുടുംബത്തോടെ ഇറങ്ങിയാണ് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങിയ വല്ല ദുബായിലും പോവാൻ. ദുബായ് മലപ്പുറത്ത് ചാക്കിന്റെ പുറത്ത് വലുതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ചിലപ്പോ ഇത് ചിലപ്പോ ആരും മീൻ ചെറുതാന്ന് പറഞ്ഞ് പോയാലോ ആൾക്കാര് കാണാതെ. അല്ലെങ്കിൽ ആര് കാണുന്നു പാപ്പി? ഒരു നിമിഷത്തിൽ ഇത് നമുക്ക് ഉത്തരം കൊടുക്കണം കേട്ടോ. മീൻ പിടിച്ച് സെറ്റ് ചെയ്യണം.
അത്ര സന്തോഷത്തിൽ കാണുന്നത്. ഉണ്ണി മീൻ ഉണ്ണിതാ ഇപ്പഴാണ് വന്നിട്ട്. രാവിലെ എണീക്കുന്നെങ്കിൽ ഇട്ടിരുന്നാ മതി. അന്നൊരു ദിവസം ഓർമ്മയുണ്ട്, ഞാൻ മീൻ പറഞ്ഞിട്ട് സിബിക്ക് കൊടുത്തു. സിബി വീട്ടിൽ കിടന്ന് എന്നെ കിടന്ന് വിളിച്ച് കരച്ചു. രണ്ട് മീന് കിട്ടിയേ, ഒരെണ്ണം കണച്ച ഒരെണ്ണം എനിക്ക് കൊടുക്കാൻ പോയപ്പോ കണച്ചന് വേണ്ട വിഷമം. പിന്നെ ഞാൻ പിന്നെ പിന്നെ ഞാൻ പൊരിച്ചു കൊണ്ട് കൊടുത്ത്. ഇന്നാലും അതുപോലെ തന്നെ മൊത്തം കരിമീൻ കിട്ടി ഇവിടെ നിന്ന്. അത് പാപ്പി കൊണ്ടുപോയി. അല്ല, ശ്രീകുട്ടന് കൊടുത്തു. നീ കഴിച്ചാ ഇല്ല? ശ്രീകുട്ടൻ ഒരു ആറ്റ കരിമീൻ കിട്ടി. പിന്നെ 2 കൂടെ കിട്ടിയടാ. എത്ര കിട്ടിയെന്ന്? അല്ല, അന്ന് ഒരെണ്ണം തന്നെ കിട്ടി. അപ്പൊ എവൻ പറഞ്ഞ് ശ്രീകുട്ടൻ കൊണ്ടുപോകാൻ പറഞ്ഞു. ശ്രീകുട്ടൻ പിടിച്ചതാണ്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ശ്രീകുട്ടൻ കൊടുത്ത അടുത്ത് പിടിക്കാൻ പറ്റില്ല അവൻ ചോദിക്കും. അതിനാണ് കൊടുത്തിട്ട് നേരത്തെ വന്നിട്ട് ഇപ്പൊ ചൂണ്ടിട്ടപ്പോഴത്തേക്കും 2 ഒരു നല്ലൊരു വലുതും ഒരു ചെറുതും. പുറത്ത് പറഞ്ഞില്ലല്ലോ. ഇല്ല, ഇത് ഫ്രൈ ചെയ്തതിനു ശേഷം എൻ്റെ അവിടെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നാണ് അത് ഫ്രൈ ചെയ്തതാണ്. എടാ നമ്മളന്ന് ചൂണ്ട സമയത്ത് 2 കരിമീൻ കിട്ടിയേ. 12 മണിയപ്പോ പാപ്പ എണീറ്റ് പോയി കൊണ്ടുപോയി വീട്ടിൽ വെച്ച്. എനിക്ക് ഷെയറുണ്ട്. ഇപ്പൊ വന്നപ്പോ പോയിട്ട് ചൂണ്ടയുടെ വലയിടാൻ പോയി പാപ്പിക്കും മണിന് ഷെയർ ഇല്ലല്ലോ. എനിക്ക് ഷെയറുണ്ട്. ഇല്ലടാ ഒരു പങ്ക് പണിക്കാർക്ക്, ഒരു പങ്ക് 50% വലക്കാറുണ്ട്. ഒരു പണിക്ക് ഒരു ഷെയർ. രണ്ടാമത്തെ വല നമ്മൾ നോക്കുകയാണ്. ആരാ നിന്റെ സൈഡ് തന്നെ ഉണ്ട് കേട്ടോ ചെറുത്ത കുട്ടിയില്. എവിടെയാണ് ഇതിൽ ഇച്ചിരി വലിയ മീനുണ്ട്. എടാ അവിടെ എവിടെയാണ് കാര്യം ഇതോ കിടക്കുന്നത്. ഇതോടെ നിന്റെ കാലിൽ ഇതാ കിടക്കുന്ന കാര്യം. ഇതോടെ ഈ കൂട്ടത്തിന്റെ ഇടയിൽ ഇതാ കിടക്കണ്ട. ഒരു എൻഡിലാണ് കിടക്കുന്നത്. ഇത് മരമ്പാവലെല്ലാം കൂടെ ഒരു അവര് ഫാമിലി ഇട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. അങ്ങോട്ട് ചെറിയൊരു കറക്കം ഇറങ്ങിയിട്ട് സമ്മസ്രായി പറഞ്ഞവരും പോണവരും കയറി അങ്ങ് സെറ്റായി. മക്കളെ വെള്ളം കയറി വാ പോവാന്ന്. ഈ ഷാബൊക്കെ ഇത് എവിടെ കൊണ്ട് വെക്കും നമ്മൾ ചേട്ടാ? നിങ്ങൾ ഈ ഷാബ് പോലെ എടുത്ത് തീർന്നായിരുന്നു. അപ്പോഴത്തെ നമുക്ക് ആ ചാക്കിയാണ് അത്ര മീൻ ഒരു 10-19 മീൻ വരും. അല്ല കൂടുതൽ 100 വരും. 100 മീൻ ഒരു വലയിൽ നിന്ന് കിട്ടി. അടുത്ത് രണ്ടാമത്തെ വലയിൽ നിന്ന് ഇതിലാണ് ഇത്തിരി സൈസുള്ള പാവലുള്ളത്. രണ്ടാമത്തെ വലയിൽ നമുക്കൊരു കാരിയെ കിട്ടി. കാരിയുടെ കൊമ്പൊടി ഒടിച്ചെങ്കള കുളം ഇടുന്നോണ്ട് കേട്ടറസന് പേടിക്കാതാ. ഇവിടെ നിൽക്കുന്നതിൽ പകുതി പേർക്ക് മീൻ പിടിക്കാൻ പോലും അറിഞ്ഞൂടാ. കണ്ടടാ ബ്രാലേട് കാണിച്ചേട്ടാ അതിന്ന്. ഇത് ക്യാമറ കാണിരുന്നോട്ട്. അവർക്ക് ഇതിന് മണ്ണ് വരട്ടിട്ട് കയ്യിലാക്കിയിട്ട് എടുത്തത് ഗൈസ്. ഈ ബ്രാൽ ഇത് കണ്ണച്ചേട്ടൻ്റെ സ്വന്തം. ഓക്കെ ഗൈസ്, നമുക്ക് പാവല് നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത്തിരി വലിയ പാവലുണ്ടേ. അപ്പൊ നമ്മളെടുത്ത മീനുകൾ നമുക്ക് പാവൽ പറഞ്ഞോട്ടോ. എറാ ഇത്തിരി വലുത് തന്നെയല്ലേ ആ പാവൽ, പെട്ടക്കണ പാവൽ. കാര്യമുണ്ടോ അടയില്? കാര്യം എടുത്താന് എറാ അത് കുഴപ്പമില്ല. ബ്രാലെടുത്താ മതി. ബ്രാലിനൊന്ന് കാണിച്ചില്ല, ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. ഇതാണ് നമ്മൾ ഇന്ന് പിടിച്ച മീൻ വലയിൽ. കണ്ടോ, കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു 50-15 പീസും കൂടെ ഉണ്ട്. കണ്ടോ,
ബ്രാലുണ്ട്, കരിയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം തുടർന്നുള്ള വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാം. കാര്യം ഇനി നമ്മൾ ഫിഷിംഗ് ആയിരിക്കും മെയിൻ. കാര്യം മഴ സീസണൊക്കെ തുടങ്ങി, നമ്മൾ ഫിഷിംഗ്.